അച്ഛനാണെങ്കിൽ ആവശ്യമില്ലാതെ ഒന്നും പറയുകയില്ല. അത് ശരിയാണ്. ഇപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് പോകുമ്പോ എന്റെ അടുത്ത് പറയും എന്റെ മോളേന്ന് വിളിച്ച് എന്തെങ്കിലും മേടിച്ച് കഴിക്കുന്നു പറയും, വീട്ടിലെല്ലാവർക്കും സുഖമാണോ എന്ന് പറയും, അങ്ങനെയൊക്കെ ചോദിക്കൂല അച്ഛൻ. അപ്പൊ ആ കാര്യത്തിൽ വേറെ ലെവലാണ് കേട്ടാ. ഞാൻ അടുത്ത് ചെല്ലുമ്പോ തന്നെ ആദ്യം തലവടി, പിന്നെ കുറച്ചേരൊക്കെ സംസാരിച്ച് ലാസ്റ്റ് പോകുന്ന സമയത്ത് 500 രൂപ എടുത്ത് വെച്ച് എന്ത് ആരും കാണാതെ. ആ നാട്ടിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് പുറത്ത് അമ്പലത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്നവരെല്ലാവരും ചോദിക്കും കുട്ടികൾ അദ്ദേഹത്തിന്റെ കൊച്ചുമോളല്ലേ കൊച്ചുമോളല്ലേ. അത് മാത്രോ, നാട്ടുകാർക്കൊക്കെ അപ്പൂപ്പനെ എന്തൊരു ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ് തിരിച്ച് അങ്ങോട്ടും. എല്ലാവരെയും സഹായിക്കും. അത് പൈസ കൊടുത്തിട്ടാണെങ്കിലും ഓരോ സാധനങ്ങൾ കൊടുത്തിട്ടാണെങ്കിലും. കേൾക്കണം അമ്മായി, ഇപ്പൊ നമ്മുടെ പടവലത്തെ വീട്ടിലെ അപ്പൂപ്പന്റെ അടുത്ത് ആൾക്കാരൊക്കെ അന്വേഷിച്ച് വരുവൊക്കെ ചെയ്യും ഈ ജോലിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴാണെങ്കിൽ അപ്പൂപ്പന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. തേങ്ങയും ചക്കയൊക്കെ അടച്ചു കഴിഞ്ഞാൽ പറമ്പിന്റെ അടുത്തുള്ള താമസക്കാർക്ക് കൊടുത്തിട്ടേ അച്ഛൻ എന്തെങ്കിലും ചെയ്യും. പണ്ട് നെൽകൃഷി ഉണ്ടായിരുന്നപ്പോ അയ്യോ പണിക്കാർക്ക് ഈ പൈസയും നെല്ലുപണി അടച്ച കൊടുക്കണേ അല്ലേ. പിന്നെ നെല്ലാണെങ്കിൽ എല്ലാം ഒന്നും എടുക്കുകയൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ളതിനെ എടുത്തിട്ട് ബാക്കി പത്തായത്തി സൂക്ഷിക്കും. എന്തിനാണെന്നറിയാമോ, ക്ഷാമമൊക്കെ വരുമ്പോ ഈ പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കാലോ. പാവച്ചൻ എന്നെല്ലാ ഉപകാരങ്ങളാ നാട്ടുകാർക്കൊക്കെ ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടവുമാണ് അച്ഛനെ. ഇങ്ങനെ ഒരു പുണ്യ